താരിഖുസ് സ്വലാ, നിസ്കാരം ഒഴിവാക്കുന്ന ആളുകൾ. ഖാത്തിമത്തെ പേടിക്കണം, നിസ്കാരം ഒഴിവാക്കുന്നവർ. മഹാനായ അല്ലാമ ഖുർത്തുബി റഹ്മഹുല്ലാഹ്, ഇമാം ഖുർത്തുബി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്, നിസ്കാരം ഒഴിവാക്കിയ ഒരാളെ മറവ് ചെയ്യാൻ കൊണ്ടുവന്നപ്പോ ലിയദ്ഫനൂഹ്, മറവ് ചെയ്യാൻ വേണ്ടി, ദഫൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നപ്പോ ഖദ് അഹാല ബിജനബാതിൽ ഖബ്ർ അസ്സുഅബാനുൽ അഖ്റഅ, ഭീമാകാരിയായ സർപ്പം ഖബറിലേക്ക് കടന്നു വന്ന അനുഭവം നമ്മുടെ ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിലരൊക്കെ ഇത് ഗ്രാഫിക്സ് വിട്ടിട്ട് ചില ക്ലിപ്പുകളാക്കി വിട്ടിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഇത് ചരിത്രത്തിൽ സംഭവിച്ച ഒരു അത്ഭുതമാണ്. നമ്മുടെ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയ സംഭവമാണ്. ഒരു ഖബർ കുഴിച്ചു പാമ്പ്, അത് മൂടി രണ്ടാമത് കുഴിച്ചു, അതിലും മൂന്നാമത് കുഴിച്ചു, അതിലും. ഇമാമുമാർ പറഞ്ഞു, നിങ്ങൾ ഭൂമി എവിടെ കുഴിച്ചാലും അവിടക്കത് കാണും, അങ്ങനെ മറവ് ചെയ്തേക്കണം. അവനത് അർഹിക്കുന്നു. താരിഖുസ് സ്വലാ, ഹയ്യ അലസ് സ്വലാ, നിസ്കാരത്തിന് വരണേ എന്ന് അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് വിളിച്ചപ്പോ നിസ്കരിക്കാതെ നടന്നിരുന്ന ആളുകൾ ആകെ ഒരു ജുമുഅയെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ, അല്ലെങ്കിൽ 2 പെരുന്നാള്. ഇതല്ലാതെ 5 നേരത്തെ നിസ്കാരം ഖളാ ആക്കാതെ നിസ്കരിക്കാനുള്ള ഒരു തൗഫീഖ് ഒരു മനുഷ്യനില്ലെങ്കിൽ പേടിച്ചേക്കണം, അവന്റെ ആഖിബത്ത് മോശമാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സഹോദരിമാരെ, ളുഹ്ർ അസ്റിലേക്ക് ജമാക്കുന്ന ഏർപ്പാട് പെണ്ണുങ്ങൾക്കുണ്ടാവും. ളുഹ്ർ ബാങ്കിന്റെ അവസാനം പോയി നിസ്കരിക്കുക. ബാങ്ക് അസ്ർ ബാങ്ക് കൊടുക്കുന്നത് 4 മണിക്കാണെങ്കിൽ 3:45 ളുഹ്റിന് ഉളു കൊടുക്കുക. എന്നിട്ട് കാത്തിരിക്കുകയാണ്, അസ്ർ വരെ കാത്തിരിക്കുന്നു. അസ്റും കഴിഞ്ഞ് ജമ്മ ചെയ്യുന്ന പോലെ സൂരിയായ ജമ്മു എന്നൊക്കെ പറയും. ആ രീതിയിൽ നിസ്കരിക്കുന്ന പെണ്ണുങ്ങൾ ഒന്നുകൂടെ അത് തെറ്റാണെന്നും ഹറാമാണെന്നും പറയാൻ എനിക്ക് ധൈര്യമില്ല. അതങ്ങനെയല്ല, അത് നിങ്ങൾ ചെയ്യുന്ന ജായിസ് തന്നെ. പക്ഷേ നിസ്കാരത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണ് നിങ്ങൾ ആ പിന്തിച്ചു കളഞ്ഞത്. നിസ്കാരത്തിന്റെ പുണ്യമായ ഒരു നേരമാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. നിസ്കാരം അതിന്റെ അവ്വൽ വഖ്തിൽ നിർവഹിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണം. എങ്ങാനും ആ നേരത്ത് കുട്ടികൾ കരഞ്ഞോ, അല്ലെങ്കിൽ ഒരു അതിഥി വന്നു, വീട്ടുകാർ വന്നു, ആരെങ്കിലും കുടുംബങ്ങൾക്ക് വീട്ടിലേക്ക് കയറി വന്നു, നിസ്കാരം ഖളാവൂലേ? ആകെ 10-15 മിനിറ്റ് ഗ്യാപ്പിലായി ഒരുങ്ങുന്നത്. അങ്ങനെയൊക്കെ നിസ്കാരം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകൾ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ.